നാദാപുരം നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി KM അഭിജിത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി GCC KMCC നാദാപുരം മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റി സ്നേഹയാത്ര സംഘടിപ്പിച്ചു. കക്കംവെള്ളിയിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ വെള്ളവസ്ത്രം ധരിച്ച പ്രവർത്തകർ അണിനിരന്നു. നാദാപുരം ടൗണിലൂടെ കസ്തൂരിക്കുളത്ത് യാത്ര സമാപിച്ചു. राहुल गांधी जिंदाबाद।
സ്ഥാനാർത്ഥി അഭിജിത്ത്, മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ഉപനേതാവ് ഡോക്ടർ എം കെ മുനീർ MLA എന്നിവർ യാത്രയ്ക്കൊപ്പം കൂടി. സമാപന സമ്മേളനം എം കെ മുനീർ ഉദ്ഘാടനം ചെയ്തു. റോഡ് ഷോയിലൂടെ ഒരു കാര്യം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അഭിജിത്ത് നാദാപുരത്തിന്റെ ജനപ്രതിനിധിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പതിറ്റാണ്ടുകളായി മുരടിച്ചു പോയിട്ടുള്ള വികസനത്തെ ഇവിടെ കൊണ്ടുവരാനും അതിലൂടെ ഒരു പുതിയ നാദാപുരത്തെ സൃഷ്ടിക്കാനും അഭിജിത്തിന് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ തന്നെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ടീം UDF ഒന്നിച്ച് പ്രവർത്തിച്ച് 100 സീറ്റുകൾ വാങ്ങുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് 100 സീറ്റുകൾ എണ്ണുമ്പോൾ ആദ്യം എണ്ണുന്ന കൂട്ടത്തിൽ നാദാപുരം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെടും. ഇവിടെ നിന്നും അഭിജിത്ത് നിയമസഭയിലേക്ക് പോകും എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഞങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇടതുപക്ഷത്തിന്റെ കൈകളും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുള്ള പ്രവർത്തകന്മാർ ഇപ്പോൾ സഹികെട്ട് അഭിജിത്തിന്റെ കൂടെയാണ്, അവരുടെ മനസ്സും ഹൃദയവും ഒക്കെ എന്ന് ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഭിജിത്ത് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിതിലും വലിയ ഒരു യാത്ര ഈ തിരുവീഥികളിലൂടെ അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇത് ഗംഭീര വിജയമാക്കിയ KMCCക്ക്, ഗ്ലോബൽ KMCCക്ക് എൻ്റെ 100 അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രവാസികൾ ഏറ്റവും അധികമുള്ള മണ്ഡലം നാദാപുരം മണ്ഡലമാണ്. ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നു കഴിഞ്ഞാലും ഒരു നാദാപുരംകാരന് കൈ കൊടുക്കാതെ തിരിച്ചു വരാൻ പറ്റാത്ത വണ്ണം പ്രവാസ ലോകത്ത് അതിശ്രദ്ധേയമായിട്ടുള്ള സാന്നിധ്യമായ പ്രവാസികൾ ഇതാ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നാദാപുരത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് 100 അഭിനന്ദനങ്ങൾ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. കൈപ്പത്തി മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇത്രയും മനോഹരമായ ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഇങ്ങനെ KMCC ഏറ്റെടുത്തൊരു സ്ഥാനാർത്ഥികളിൽ ഒന്നായി മാറിയതിലുള്ള സന്തോഷം പങ്കുവെക്കുക പക്ഷെ എനിക്ക് മാത്രം ലഭിച്ചൊരു ഭാഗ്യമായിരിക്കാം ഇത്. KMCCയുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് കേഡേഴ്സാണ്, നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ അത് 1ഉം 2ഉമല്ല 100 കണക്കിന് പ്രവർത്തകരെ വെച്ച് ഇതുപോലൊരു റാലി സംഘടിപ്പിച്ച KMCCയെ എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാകില്ല. നന്ദി നിങ്ങളോട് വാക്കിൽ ഒതുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. നിങ്ങളോട് നന്ദിയുണ്ട്, അത് വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് ചുരുക്കം. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരുപക്ഷെ ഈ ഒരു അനുഭവം എനിക്ക് മാത്രം സമ്മാനിച്ച KMCCയെ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാം ഇത് നാദാപുരമാണ്. ഈ നാദാപുരത്തിന്റെ മണ്ണിൽ പ്രവാസികളാൽ ഇപ്പം കേരളത്തിന്റെ ഖജനാവ്, ആ ഖജനാവിലേക്ക് വലിയൊരു ശതമാനം സംഭാവന ചെയ്യുന്നവർ നമ്മളുടെ പ്രവാസികളാണ്. കേരളത്തിലെ പ്രവാസികളാണ് ഈ ഖജനാവിനെ പിടിച്ചു നിർത്തുന്നത്. ആ പ്രവാസികളിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ഇടം നമ്മളുടെ നാദാപുരമാണ്.
ആ നാദാപുരത്ത് നിന്ന് ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഈ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന, ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന, സ്വന്തം നാടിനും വീടിനും വേണ്ടി കഷ്ടപ്പെട്ട് ഇവരിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്ന എല്ലാ പ്രവാസികളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്യുന്നു. ഇന്ന് രാവിലെ എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരനെ ഞാൻ കണ്ടപ്പോ, ഒരു KMCCയുടെ പ്രവർത്തകനാണ്, രാവിലെ കണ്ടപ്പോ പുള്ളി മരുതോങ്കരയാണ്. പുള്ളി പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ എത്തി. ഇപ്പൊ ചോദിച്ചപ്പോ 2 മാസത്തെ ശമ്പളം കമ്പനിയിൽ നിന്ന് മുൻകൂർ വാങ്ങി ആ പണമെടുത്ത് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വോട്ട് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് നിങ്ങളോട് നന്ദിയോടെ നിങ്ങൾ ഓർക്കേണ്ടത് എന്നറിയില്ല. നോക്കണം, നിങ്ങൾ 2 മാസത്തെ ശമ്പളം മുൻകൂട്ടി വാങ്ങി അതിന്റെ ടിക്കറ്റ് എടുത്ത് 300 റിയാൽ ഉണ്ടായിരുന്ന 3000 റിയാലാണ് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ വരികയാണ്. ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പിനെ എത്ര ഗൗരവത്തോടെ നിങ്ങൾ കാണുന്നു എന്നതാണ്. നാട്ടിലെ തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ ഈ തെരഞ്ഞെടുപ്പ് നെഞ്ചേറ്റിയവർ നിങ്ങളാണ് എന്ന് അഭിമാനത്തോടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആളുകൾ, കഴിഞ്ഞ 3-4 ദിവസക്കാലങ്ങളായി ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുന്ന ആളുകൾ, വരാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഏതേത് രാജ്യത്ത് പോയാലും തിരിച്ചൊന്ന് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഭാഗമാകാൻ വരാൻ വേണ്ടി ശ്രമിക്കുന്നവർ, അങ്ങനെ തുടങ്ങി തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന എന്റെ പ്രവാസ ലോകത്തെ സഹോദരങ്ങളെ പ്രത്യേകം നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഇനി ചുരുങ്ങിയ ദിവസമാണ്, 4 ദിവസക്കാലത്തിനപ്പുറത്ത് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. വരാൻ കഴിയുന്ന എല്ലാ സഹോദരങ്ങളും തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവർക്ക് വരാൻ സാധിക്കട്ടെ എന്ന് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം ഇന്ന് പ്രവാസ ലോകം വലിയൊരു ഭീതിയിലാണ്. യുദ്ധത്തിന്റെ ഭീകരമായൊരു അവസ്ഥയിൽ നിന്നും ആ ഭീകരമായ അവസ്ഥയിലും ഈ നാടിനെ ചേർത്ത് പിടിക്കുന്ന പ്രവാസി സഹോദരങ്ങളെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ നാട്, കേരളം ഈ നാട്ടിലെ പ്രവാസികളോട് കടപ്പെട്ടിരിക്കുന്നു എക്കാലത്തുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചൂട് ഒരു ഭാഗത്താണ്, മറുഭാഗത്ത് യുദ്ധത്തിന്റെ ഭീകരമായ അന്തരീക്ഷം. അവിടെ നിന്നും അതിനെയെല്ലാം അതിജീവിച്ച് നാടിനെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകുന്ന പ്രവാസികളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് അതിനിർണായകമാണെന്ന് മുനീർ സാഹിബ് ഉൾപ്പെടെ ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മളുടെ കേരളം അത് നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി, UDFന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുമ്പോ ആ സ്ഥാനാർത്ഥിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നു. മുനീർക്ക, ഞാൻ ഇങ്ങോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അങ്ങയുടെ വീട് നിൽക്കുന്നിടത്ത് മത്സരിച്ച ആളാണ് ഞാൻ. മത്സരിക്കാൻ UDFന്റെ നേതൃത്വം എന്നെ പ്രഖ്യാപിച്ച സമയം തൊട്ട് മത്സരിക്കുന്നത് വരെ KM അഭിജിത്ത് സ്ഥാനാർത്ഥി മാത്രമായിരുന്നു. ഇത്തവണ UDF എന്നെ മത്സരിക്കാൻ ഇങ്ങോട്ട് നിയോഗിച്ചു. ഞാൻ അങ്ങയോട് തുറന്നു പറയുന്നു, UDF സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നിമിഷം ഞാൻ UDFന്റെ സ്ഥാനാർത്ഥിയാണ്. തൊട്ടടുത്ത നിമിഷം മുതൽ ഇവരുടെയൊക്കെ കുടുംബത്തിൽ ഒരു അംഗമായി എന്നെ ഏറ്റെടുക്കാൻ ഈ നാടും നമ്മുടെ പ്രവർത്തകരും തയ്യാറായി എന്നത് അനുഭവം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. രാത്രി 12:30-1 മണിക്ക് നമ്മളുടെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ആ സ്വീകരണ കേന്ദ്രങ്ങളിൽ കൈക്കുഞ്ഞുമായി വരുന്ന ഉമ്മമാരും അമ്മമാരും സഹോദരങ്ങളും ഒരു കാര്യം പറയുന്നുണ്ട്. നേരത്തെ KP സൂചിപ്പിച്ചു, മുനീർക്ക് സൂചിപ്പിച്ചു, 59 വർഷക്കാലത്തെ നാദാപുരത്തിന്റെ രാഷ്ട്രീയ ചിത്രം തിരുത്തുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് മെയ് 4-ാം തീയതി വരുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകണം. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾക്ക് ഈ നാടിനെ വീണ്ടെടുക്കാൻ സാധിക്കണം. നാടിന്റെ വിദ്യാഭ്യാസ മേഖല അമ്പേ പരാജയമാണ്. നമ്മളുടെ ആരോഗ്യരംഗം നിങ്ങൾക്കറിയാം, തകർച്ചയിലാണ്. ഈ നാട് ഏതാണ്ട് 10-7 പഞ്ചായത്തുകൾ കർഷകരാൽ സമ്പന്നമാണ്. ദൗർഭാഗ്യവശാൽ ആ കർഷകർ ഇന്ന് നാട് വിട്ടു പോവുകയാണ്. ഈ നാട്ടിൽ ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ പോലും ഒരു സാഹചര്യമില്ലാതെ ചെറുപ്പക്കാർ നാട് വിട്ടു പോവുകയാണ്. അങ്ങനെയുള്ള നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ആരോഗ്യ മേഖലയെ, വിദ്യാഭ്യാസ മേഖലയെ, കാർഷിക മേഖലയെ, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവസ്ഥയെല്ലാം തിരിച്ചു പിടിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അതോടൊപ്പം ഞാൻ പറയുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ നാടിന്റെ നട്ടെല്ല് പ്രവാസികളാണ്. ഏതാണ്ട് കഴിഞ്ഞ 59 വർഷക്കാലം ഒരേ മുന്നണിയിലെ ഒരേ കക്ഷി വിജയിച്ചു പോകുന്ന ഈ നാദാപുരത്ത് നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ഇടപെടൽ നടത്താൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് മറുപടി. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ പ്രയത്നം കൊണ്ട്, നമ്മളുടെ കൂട്ടായ പ്രയത്നം കൊണ്ട് ഇവിടെ നിന്നൊരു ജനപ്രതിനിധിയാകാൻ സാധിച്ചാൽ ഈ നാടിന്റെ പ്രവാസികളെ ചേർത്ത് പിടിച്ച് പ്രവാസി സഹോദരങ്ങൾ ശബ്ദമാകാൻ ഞാൻ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നോർക്ക ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രവാസികൾക്ക് ആശ്രയമാവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ ജനപ്രതിനിധിയാകാൻ ഒരു അവസരം നിങ്ങൾ തന്നാൽ നോർക്കയുടെ സബ് സെന്റർ ഈ നാദാപുരത്ത് കൊണ്ടുവരാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു
പോയിട്ട് 6 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രവാസ ലോകം അവസാനിപ്പിച്ച് തിരിച്ചു വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് 6 മാസത്തെ പെൻഷൻ കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞത്. 6 മാസം പോയിട്ട് സാധാരണക്കാരന് 1 മാസത്തെ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഇവരിൽ നിന്ന് നമ്മൾ പ്രഖ്യാപനങ്ങൾ മാത്രം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, പ്രവാസ ലോകത്തെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി, പ്രവാസ ലോകത്തെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾക്ക് നാടിനാൽ സാധ്യമാകുന്ന, നമ്മളാൽ സാധ്യമാകുന്ന ക്ഷേമ പദ്ധതികൾ ഈ നാട്ടിലെ പ്രവാസികൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ മുൻകൈയെടുക്കാൻ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശബ്ദമായി ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകി ഈ വരുന്ന ഏപ്രിൽ 9-ാം തീയതി കേരളത്തിന്റെ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നാദാപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയെ ജനവിധി തേടുന്ന എനിക്ക് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ലെങ്കിലും അത് പറയാണ്. അതിന്റെ കൂടെ നേരത്തെ KP പറഞ്ഞു, വോട്ടുള്ളത് ബൂത്തിലാണ്, വോട്ടുള്ളത് വീട്ടിലാണ്. ഇവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്കും ബൂത്തിലേക്കും ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാകണം. നേരത്തെ മുനീർക്ക് പറഞ്ഞത് ഒരു ശരിയാണ്. ഞാൻ ഇന്ന് യാത്ര ചെയ്തത് അത്രയും CPM-ന്റെ കേന്ദ്രങ്ങളിലൂടെയാണ്. CPM-ന്റെ കേന്ദ്രങ്ങളിൽ വരുന്ന വഴിയില് റാലിയും കണ്ട് LDF-ന്റെ കുറെ ആളുകളെ. അപ്പൊ ഞാൻ എന്റെ കൂടെ മോഹനേട്ടനും ഹബീബിക്കൊക്കെ ഉണ്ട്. ഒരു ചോദിക്കുന്നത് എന്തൊരു മാറ്റാണ്, നമ്മളെ വണ്ടി കടത്തിവിടുന്നത് അവരാണ്. നമ്മൾക്ക് പോകുമ്പോ കൈവീശി ടാറ്റ തരുന്നു, കൈപൊക്കുന്നു, ചിരിക്കുന്നു. ചില ആളുകൾ ചിരിച്ച് കൈപൊക്കി അപ്പുറത്ത് നോക്കി മെല്ലെ കൈതാത്തുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണ UDF ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ നമ്മൾ മാത്രമല്ല, യഥാർത്ഥ ഇടതുപക്ഷ പ്രവർത്തകർ നമ്മൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ കൂടി പിന്തുണ നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അത് അനിവാര്യമാക്കാൻ, അത് യാഥാർത്ഥ്യമാക്കാൻ വീടുകളിലേക്കും ബൂത്തുകളിലേക്കും ഇറങ്ങാൻ തയ്യാറാവുക. ഇനി 4 ദിവസക്കാലം കൂടിയാണ്. ചെയർമാൻ KP മുഹമ്മദ് അധ്യക്ഷനായി. നാദാപുരം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 55 വർഷമായിട്ടുള്ള വികസന മുരടിപ്പിനെതിരെയാണ് ഈ പ്രാവശ്യത്തെ വോട്ട്. അതിന്റെ പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഈ സ്നേഹ സന്ദേശ യാത്ര നടക്കുന്നത്. നാദാപുരം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ പ്രവാസികളുടെ നാടാണ്. ഇന്ന് നാദാപുരത്ത് കാണുന്ന സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണം പ്രവാസികളാണ്. പണ്ട് വർഷങ്ങൾക്ക്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പായക്കപ്പലിൽ മറ്റ് പ്രവാസ ലോകത്ത് പോയി അധ്വാനിച്ച്, കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇന്ന് ഈ കാണുന്ന നാദാപുരത്തിന്റെ. ഇന്നേ വരെയായിട്ട് ഗവൺമെന്റ് വകയിൽ, അല്ലെങ്കിൽ ഈ LDF കഴിഞ്ഞ 55 വർഷമായിട്ട് ഇവിടെ ഭരിച്ചിട്ട് ഒരു വികസനം പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ജനങ്ങൾ അത് തിരുത്തുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാസികൾ ചെറിയൊരു അനൗൺസ്മെന്റ് കൊടുത്തപ്പോൾ ആയിരക്കണക്കിന് പ്രവാസികളാണ് ഈ സ്നേഹ സന്ദേശ യാത്രയിൽ നാദാപുരത്തിന്റെ മാറ്റം അനിവാര്യമാണെന്ന് വിളിച്ചോതുന്ന ഒരു സ്നേഹയാത്രയാണ്. UDF ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നകൽ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സൂപ്പി നരിക്കാട്ടേരി, കൺവീനർ മോഹനൻ പാറക്കടവ്, മുഹമ്മദ് ബംഗ്ലത്ത്, MP ജാഫർ, MP സൂപ്പി, VV മുഹമ്മദ് അലി, വലിയാണ്ടി ഹമീദ്, സാലിഹ് പുതുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു.